ഷീജ ദിവ്യാസന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ തട്ട ഇഡ്ഡലി പാത്രം ഇന്നലെ ആദ്യമായിട്ട് വാങ്ങിച്ച്, അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ഇഡ്ഡലി മാവ് മിക്സ് ചെയ്യട്ടെ. ഇത് ഇന്നലെ അരച്ച് വെച്ച ഇഡ്ഡലി മാവാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്, അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് 3 പാത്രമുണ്ട്, ഇതിൻ്റെ കൂടെ 3 തട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 3 പാത്രങ്ങളുണ്ട്. ഇതിലത്തെ എത്ര പേരത്തില്ല, കാസർഗോഡ് ഭാഷയാണ്, മനസ്സിലാവാൻ പോകുന്നറിയില്ല. 3 പാത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ആദ്യം ഒഴിക്കട്ടെ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. പാത്രം ഇന്നലെ വാങ്ങിച്ചത്, അപ്പോൾ പിന്നെ അതിൻ്റെ ശരിയാവണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു, കഴിക്കാൻ വേണ്ടി കേട്ടോ. മാവ് ഇത്ര മതി. ആദ്യം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഒരു തട്ടിലേക്ക് വെച്ച് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്ര മതി. പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, തടവി കിട്ടാൻ. ഇനിയിപ്പം തട്ടിൽ വെക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ പറയണേ. ഇപ്പം കുറച്ച് സ്പ്രിങ് പോലെയുള്ളതാണ്. ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്, പക്ഷേ ഇത് പാത്രം ഉണ്ടാക്കിയിട്ടില്ല. പാത്രം വാങ്ങിച്ചത് തന്നെ ഇന്നലല്ലേ, അപ്പോൾ ഇതും കൂടി വെക്കണ്ടേ. ഒരു മിനിറ്റ്, കൈ കഴുകി വരട്ടെ. ഇതും കൂടി വെക്കട്ടെ കേട്ടോ. ഞാൻ പേടിച്ച് വെക്കുന്നതാണ്. എന്താ വെച്ചാൽ മാവ് മറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചെറിയൊരു ഭയപ്പാടുണ്ട്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. നിങ്ങൾക്കൊക്കെ ഈസി ആയിരിക്കും, പക്ഷെ എനിക്കൊരു ഭയം. ഡെയിലി ഉണ്ടാക്കുന്നവർക്ക് ഈസിയാവും. നമുക്ക് മാവ് പോയാലോ ഇല്ല, വീഴുന്നുണ്ട്. ഇതൊക്കെ കഷ്ടപ്പാടും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ സെറ്റായി. ഒരു മിനിറ്റ് ഓക്കെ സെറ്റായി. പഠിച്ചു ഞാൻ. ഇനിയിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള അപ്പം തൂക്കിയെടുത്ത് അപ്പച്ചെമ്പിലേക്ക് വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ.
കാണുന്നുണ്ടോ? ഞാനത് പാത്രം വെച്ച് അറിയാത്തവർക്കും കൂടി ആയി, എനിക്കും അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് കാണിച്ചു തന്നു. വേവട്ടെ. ശരി, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ശുഭദിനം. വേഗം കുറച്ച് ഒരു അരമണിക്കൂറുണ്ടല്ലോ.